ചരിത്രവും വിശ്വാസവും ഐതിഹ്യങ്ങളും കെട്ടുകഥകളുമെല്ലാം ഇഴചേർന്നതാണ് വടക്കേ മലബാറിലെ ഓരോ നാട്ടിടവഴികളും. ഓരോ നാടിനും പറയാനുള്ളത് വിസ്മയത്തോടെ കേട്ടിരിക്കാവുന്ന നൂറ് കഥകളാണ്. രാജ്യാന്തര പ്രശസ്തരായ വെങ്കല ശില്പികളുള്ള ലോകഭൂപടത്തിൽ വെങ്കല ഗ്രാമമെന്ന് അടയാളപ്പെടുത്തിയ കുഞ്ഞിമംഗലത്തിന്റെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിലാണ്. നമ്മുടെ വെങ്കല പൈതൃക ഗ്രാമത്തിൽ ഇവിടെ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ പേരാണ് വിഗ്രഹ സ്വാശ്രയ സംഘം. നമ്മുടെ സാംസ്കാരിക വകുപ്പിലെ ഒരു റൂറൽ ആർട്ട് ഹബ്ബ് പദ്ധതി എന്ന പ്രോജക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉള്ള ഈ തനത് ഈ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഈ നമ്മുടെ കൈത്തൊഴിലിലെ ക്രാഫ്റ്റ് വർക്ക് സംരക്ഷിക്കാൻ ആവശ്യമായി ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ്. ഇതിൽ ഏതാണ്ട് 20ഓളം ഗ്രാമീണ കലാരൂപങ്ങളാണ് സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് 1ാമത്തെ സ്റ്റേജിൽ ഗവൺമെൻറ് ചെയ്തത് ഫസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെട്ടതാണ് നമ്മൾ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമം. നമ്മുടെ ഗ്രാമത്തിന് ഏതാണ്ട് ഒരു 1000 വർഷത്തോളം ഒരു പാരമ്പര്യമുണ്ട്, പഴക്കമുണ്ട്. 1000 വർഷത്തിന് മുകളിലേ വരും, അതിന് താഴെയല്ല, അതിനേക്കാളും ഉപരിയായിട്ടാണ് നമ്മുടെ ഗ്രാമത്തിലത്തെ ഇതിൻ്റെ ഒരു പാരമ്പര്യം. കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ ഇന്ന പ്രത്യേകത ഉള്ളൊരു പ്രദേശമാണ് കുഞ്ഞിമംഗലം. അപ്പോൾ നമ്മളിവിടെ പിന്നെ മറ്റ് പ്രദേശങ്ങൾ, ഇപ്പോൾ കുഞ്ഞിമംഗലം പോലെയുള്ള ധാരാളം മറ്റ് സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ ഗ്രാമം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എല്ലാ വിധത്തിലുള്ള വെങ്കല നിർമ്മിതികളും ഉണ്ടാക്കുന്നു. വിളക്കുകൾ ഉണ്ടാക്കുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ക്ഷേത്രത്തിലെ മഹാക്ഷേത്രത്തിലെ ഈ കൊടിമരത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ധ്വജസ്തംഭം, അതിനാവശ്യമായിട്ടുള്ള അതിന് കവർ ചെയ്തുള്ള ഊട്ടിൻ്റെ പിന്നെ പറകൾ, ദിക്പാലകപ്പറ, ദിക്പാലകർ, പത്മപീഠം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് കുഞ്ഞിമംഗലത്ത് ഉണ്ടാക്കുന്നു. അതേപോലെ നമ്മൾ മുസ്ലിം പിന്നെ പള്ളികളിലേക്ക് ആവശ്യമായ വലിയ മിനാരങ്ങൾ ഉണ്ടാക്കുന്നു, താഴികക്കുടം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ക്രിസ്ത്യൻ പിന്നെ പള്ളികളിലേക്ക് വേണ്ട വലിയ പള്ളി മണികൾ, പിന്നെ ബുദ്ധ റീജിയനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആരാധന ആവശ്യമായിട്ടുള്ള ബുദ്ധൻ്റെ പ്രതിമകൾ, പിന്നെ വയനാട്ടിൽ നമ്മളുടെ ജൈനമതക്കാരുണ്ട്, അവർക്ക് ആവശ്യമായ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകൾ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമായ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായ നിർമ്മിതികൾ ഇവിടെ നിർമ്മിക്കുന്നു. കൂടാതെ നേരത്തെ ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഏറ്റവും പ്രത്യേകത, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയ ഉരുളികൾ, ഓട്ടുരുളികൾ, പിന്നെ നിലവിളക്ക്, കിണ്ടി, അതാണ് ഏറ്റവും പ്രാധാന്യം. നമ്മളെല്ലാ വീടുകളിലും കാണാൻ പറ്റും. അത് ഇന്ന ഒരു വിഭാഗത്തിൻ്റെ അത് മാത്രമല്ല, എല്ലാ വീടുകളിലും നേരത്തെ തറവാടുകളിലും ഉപയോഗിച്ചിരുന്ന വെള്ളൂട്ട് കിണ്ടി, അത് വലിയ ഉരുളി, നിലവിളക്ക്, തൂക്കുവിളക്ക്, ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റ് നിർമ്മിതികൾ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം വീടുകളിൽ നമ്മളെ ഈ ഡെക്കറേഷൻ ചെയ്യാൻ ആവശ്യം ഡെക്കറേറ്റീവായിട്ടുള്ള പുതിയ ഒരുപാട് ഡിസൈൻസൊക്കെ നമ്മളെ ഇവിടെ നിന്ന് നിർമ്മിക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾ അവർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരും, അത് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കും. അത് നമ്മുടേതായ പാരമ്പര്യമായി ചെയ്ത് ചില ഡിസൈൻ ഉപയോഗിച്ച് ചില നിർമ്മിതികൾ ഉണ്ടാക്കും, അത് ചിലപ്പോൾ അവർ വാങ്ങിക്കും. അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കണ്ണൂർ, അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ പഠനത്തിനാവശ്യമായുള്ള കുറേ നിർമ്മിതികൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അവിടുത്തെ കുട്ടികൾ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തനതായി ചെയ്തു വരുന്ന നിർമ്മിതികളെ കൂടാതെ തന്നെ ആധുനിക ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യമായിട്ടുള്ള ധാരാളം നിർമ്മിതികളും നമ്മൾ ചെയ്തു വരുന്നു.
അപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തൊഴിലാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഈ മുഴുവൻ ആളുകൾ ഈ പ്രദേശത്ത് ഏതാണ്ട് 100ഓളം കുടുംബാംഗങ്ങൾ പാരമ്പര്യമായി ചെയ്തു വന്ന ഒരു തൊഴിലാണ് നമ്മളെ വെങ്കല ശില്പനിർമ്മാണം. വെങ്കല പൈതൃക ഗ്രാമം എന്നാണ് നമ്മുടെ ഗ്രാമത്തിന് അറിയപ്പെടുന്നത്. ഇതിൽ പിന്നെ എല്ലാവരും എല്ലാ വർക്കും ചെയ്യും ഇന്ന്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് ഉരുളിയും വിളക്കുകളും കിണ്ടിയാണ്. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ അപൂർവമാണ് നമുക്ക് വിഗ്രഹത്തിൻ്റെയൊക്കെ കിട്ടുക. ഇപ്പോഴത്തെ നേരത്തെ വലിയ ദീപസ്തംഭങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിൽ നമ്മുടെ ഈ അലൂമിനിയം, അതേപോലെ സ്റ്റീല്, പ്ലാസ്റ്റിക് ഇതിൻ്റെ കടന്നുകയറ്റം വന്നതോടുകൂടി നമ്മുടെ ഈ തൊഴിലിനെ ബാധിച്ചു. നമുക്ക് നേരത്തെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്ക് പകരം ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും അതേപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് നേരത്തെ ഇല്ലാത്ത പല അസുഖങ്ങളും ഇപ്പോൾ വരാൻ കാരണം. നേരത്തെ ഇതൊന്നും അസുഖത്തിൻ്റെ അളവ് കുറവായിരുന്നു, ഇപ്പോൾ ധാരാളം അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓട്ടുരുളിയിലൊക്കെ സാധനങ്ങൾ നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് ഔഷധമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് മുമ്പേ. നമ്മളിപ്പം ക്ഷേത്രങ്ങളിലും വലിയ ഈ ആരാധന സ്ഥലങ്ങളിലൊക്കെ ഈ നിവേദ്യത്തിന് ആവശ്യമായ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഓട്ടുരുളിയിലാണ്. അതൊക്കെ ഒന്നും അതിലുണ്ടാക്കി വെച്ചാൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും അതിനൊന്നും കേടുവരില്ല. അത്രയും നന്നായിട്ട് അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ ഓട്ടുരുളിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ആയുർവേദ മരുന്നുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ പാത്രങ്ങൾ, അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ ഈ അലൂമിനിയം, സ്റ്റീൽ പാത്രം, പ്ലാസ്റ്റിക് വന്നതോടുകൂടി നമ്മളെ തൊഴിലിൻ്റെ ബാധിച്ചു. ഡിമാൻഡ് കുറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു 100ഓളം കുടുംബാംഗങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലിപ്പം എന്നെ കൂടാതെ എൻ്റെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. ഏട്ടന്മാരൊക്കെ എൻ്റെ അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് അച്ഛൻ്റെ കൂടെ ഏട്ടന് ചെയ്യാൻ പറ്റാത്ത ഈ വേണ്ടത്ര വരുമാനം ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ തൊഴിലിലേക്ക് പോയി. അപ്പോൾ അച്ഛൻ മാത്രമായി. പിന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പം ഈ തൊഴിലിലേക്ക് വന്ന ആളാണ്, അവസാനം വന്നതാണ്. അങ്ങനെ ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരുപാട് നടപടിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് പുതിയ ജനറേഷനിൽ വരുന്നു. അങ്ങനെയാണ് നമ്മളെ ഗ്രാമം വീണ്ടും ഉണ്ടാക്കുന്നത്. വെങ്കല പൈതൃക ഗ്രാമമായിട്ട് വീണ്ടും നേരത്തെ ഉണ്ട്. കുറേയും കൂടി ഗവൺമെൻറ് അതിനെ നമ്മൾ സ്ട്രെങ്ത് ചെയ്തു. നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ആളുകളൊക്കെ ഈ തൊഴിൽ വിട്ട് വേറെ തൊഴിലിലേക്ക് പോയി. അപ്പോൾ ഗവൺമെൻറ് നമ്മളിവിടെ കുറച്ച് ആളുകൾ കൂടി ഗവൺമെൻറ്റിന് ഒരു മെമ്മോറാണ്ടം, ഒരു നിവേദനം കൊടുത്തു. നമ്മളിവിടുത്തെ ഈ വളരെ പാരമ്പര്യമുള്ള ഈ തൊഴിലുകളെ സംരക്ഷിക്കണമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറച്ച് ആളുകൾ കൂടി രൂപീകരിച്ച ഒരു വെങ്കല പൈതൃക ട്രസ്റ്റ് നമ്മുടെ MLAക്കും അന്നത്തെ മന്ത്രിക്കൊക്കെ നിവേദനം കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് കമ്മിറ്റിയെ നിയോഗിച്ചു. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാകുമ്പം അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന KC ജോസഫ് അവരാണ് ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം മുൻകൈ എടുത്തത്. അന്ന് നമ്മുടെ കല്യാശ്ശേരി നമ്മുടെ MLA TV രാജേഷാണ്. അപ്പോൾ TV രാജേഷ് MLAയോട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി സൂചിപ്പിക്കുകയും അദ്ദേഹമാണ് നിയമസഭയിൽ ഈ ഗ്രാമം സംരക്ഷിക്കണമെന്നും അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അവിടെ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയും അങ്ങനെ നമ്മുടെ ഗ്രാമം പൈതൃക ഗ്രാമമായി വരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പിന്നീട് ഗവൺമെൻറ് അടുത്ത സർക്കാർ വരുമ്പോൾ 25 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ശില്പശാലകൾ നടന്നു. കേരള നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ ക്യാമ്പുകൾ നടന്നു. ലളിതകലാ അക്കാദമിയുടെ സ്റ്റേറ്റ് ക്യാമ്പ് നടന്നു. ലളിതകലാ അക്കാദമിയുടെ ദേശീയ ക്യാമ്പ് നടന്നു. അങ്ങനെ ഒരുപാട് ക്യാമ്പുകളും സെമിനാറുകളും എക്സിബിഷനൊക്കെ നമ്മളെ ഈ പ്രദേശത്ത് വെച്ച് നടന്നു.
അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ നിരന്തരമായി മാധ്യമങ്ങളിലൊക്കെ ഈ നമ്മളിവിടുത്തെ വാർത്തകളൊക്കെ വന്നതോടുകൂടിയിട്ട് ഗവൺമെൻറ് തോന്നി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമമാണെന്നും ഇത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ കരകൗശല വികസന കോർപ്പറേഷൻ ഇവിടെ ഒരു ബെൽമെറ്റൽ ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഈ ക്രാഫ്റ്റ് തൊഴിൽ ചെയ്യുന്ന ആളുകളൊക്കെ മീറ്റിങ്ങുകൾ കൂടിയിട്ട് ഒരു ക്ലസ്റ്റർ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിങ്ങൾക്ക് പ്രത്യേകം ഒരു ക്ലസ്റ്ററിൻ്റെ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാം യോജിച്ചിട്ട് കൂടെ ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആലോചിച്ചു. നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലവും മറ്റു കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നമ്മളെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വി രാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സഹായത്തോടൊരു കെട്ടിടം നിർമ്മിക്കുകയും ഈ കെട്ടിടത്തിൽ കരകൗശല വികസന കോർപ്പറേഷൻ ഏതാണ്ട് 40 ലക്ഷം രൂപ വില വരുന്ന ധാരാളം മിഷനറീസുകൾ നമ്മളിവിടെ സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ വർക്ക് നമ്മുടെ ഉൽപ്പാദനം കൂട്ടാനും അങ്ങനെ ധാരാളം സാധനങ്ങൾ വിറ്റഴിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും വേണ്ടത്ര ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പാരമ്പര്യമായിട്ട് മുഴുവൻ സാധനങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്നതാണ്. കുറച്ചും കൂടി മെഷീനറീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം സാധനങ്ങൾ മാർക്കറ്റിൽ വരുന്നുണ്ട്, ലോ ക്വാളിറ്റി സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആളുകൾക്ക് ഈ സാധനങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നില്ല. ഇത് അതിൻ്റെ ഒറിജിനലാണോ അത് കുഞ്ഞുമംഗലത്ത് ഉണ്ടാക്കുന്നതാണോ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളെ കരകൗശലമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ പ്രത്യേക വിപണിയൊക്കെ ഉണ്ടാക്കിയാൽ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് തനതായിട്ട് നിർമ്മിക്കുന്ന സാധനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വിറ്റഴിക്കാനുള്ള സ്റ്റോളുകളൊക്കെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ എത്തണമെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് സ്വന്തമായൊരു സ്ഥലം വേണം. അങ്ങനെ ഇവിടെ നമുക്ക് സ്വന്തമായൊരു സ്ഥലം ഉണ്ടാക്കി ആ സ്ഥലത്ത് ഗവൺമെൻറ് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് നമുക്ക് പണിശാല നിർമ്മിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു എക്സിബിറ്റ് ചെയ്യാൻ ഒരു മ്യൂസിയമൊക്കെ ഉണ്ടാക്കി അതേപോലെ തന്നെ എല്ലാം പ്രൊജക്റ്റ് ആളുകൾ വന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഈ പ്രദേശത്ത് ഏതൊക്കെ സാധനങ്ങളാണോ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മുഴുവൻ സാധനത്തിൻ്റെയും നിർമ്മിതികൾ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ട് അതൊക്കെ എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാരതത്തിലെ ഒരു ശ്രദ്ധേയമായ വെങ്കല ശില്പ ഗ്രാമത്തിൽ പ്രത്യേകത നമ്മുടെ ഗ്രാമത്തിന് കിട്ടും. കണ്ണൂർ വൺ ഓണപ്പൂത്താലം പവേർഡ് ബൈ ഓണത്തിന് 1000 ഓഫറുകളുമായി നിക്ഷാൻ. അതെ, ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 75% വരെ ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഒരേ ഒരു ഓണം 1000 ഓഫർ. ബമ്പർ സമ്മാനം 2 ഹ്യുണ്ടായി എക്സ്റ്റർ, രണ്ടാം സമ്മാനം 6 ഏതർ സ്കൂട്ടറുകൾ, മൂന്നാം സമ്മാനം 50 സ്മാർട്ട് ഫോണുകൾ, ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും. കൂടാതെ ഈസി EMI, 0% ഇൻട്രസ്റ്റ്, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും. വരൂ ആഘോഷിക്കാം ഈ ഓണം നിക്ഷാനൊപ്പം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ, വടകര. സ്വർണം നിക്ഷേപിച്ചാൽ നിശ്ചിത വരുമാനം ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നിക്ഷേപിക്കുന്നത് ജ്വല്ലറിയിലാണെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ടോപ്പ് കോസ്റ്റ് സംസൺ ജ്വല്ലറിയിൽ നിക്ഷേപിക്കൂ. മാസം തോറും നിശ്ചിത തുക വരുമാനമായി കിട്ടുന്നതിനൊപ്പം നിശ്ചിത കാലയളവിൽ ഏറ്റവും പുതിയ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഇത് 35 വർഷത്തെ പാരമ്പര്യമുള്ള ടോപ്പ് കോസ്റ്റ് സംസൺ ജ്വല്ലറിയുടെ ഉറപ്പാ. ടോപ്പ് കോസ്റ്റ് സംസം ജ്വല്ലറി, 35 years of trust and purity. ബാങ്ക് റോഡ്, കണ്ണൂർ. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്കക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ
പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. പായസം. ദിനേശ് തേങ്ങാപ്പാൽ കൊണ്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? സെറ്റ്. റെസ്ലിംഗ്. ബോക്സിംഗ്. നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം മുത്തശ്ശിയെ തോപ്പിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. ഇതെങ്ങനെ? കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ, ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും. കേരള ദിനേശ് പ്രൊഡക്ട്സ്. കേരള ദിനേശ്, one of the largest industrial cooperative societies in India. ഓണം വന്നോണം വന്നോണം വന്നേ, നന്ദിലച്ചി മാട്ടിൽ ഓണം വന്നേ, നന്ദിലച്ചി മാട്ടിൻ ഗോൾഗല, ഓഫറുമുണ്ടോണ പർച്ചേസിന്, നന്ദിലച്ചി മാട്ടിൻ ഗോൾഗല. ഗോപുനന്ദിലച്ചി മാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം, 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും. ഗോപുനന്ദിലച്ചി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. എപ്പോഴാ ഓണം? ശരിക്കും ഓണം? വാ കാണിച്ചു തരാം. ഓണമെന്ന് പറഞ്ഞാലേ ആഘോഷമാ. ആട്ടവും താളവും മേളവും. പിന്നെ ഒരു കാര്യം കൂടി, ഓണം എന്ന് വെച്ചാ ഫ്രണ്ട്സ്. അപ്പോൾ എന്ത് തന്നെയായാലും പുതിയ തലമുറകൾ നമ്മൾ ഈ വർക്കിന് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റ് പല സ്ഥലത്ത് ഇപ്പം ആലപ്പുഴയായാലും തൃശ്ശൂരായിക്കഴിഞ്ഞാലും അവിടെയൊക്കെ വെങ്കലത്തിന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ വലിയ വാർപ്പ് അല്ലെങ്കിൽ വലിയ മണികൾ അല്ലെങ്കിൽ വലിയ വിളക്ക്, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളാണ് അവിടെ നിർമ്മിക്കുന്നത്, നമുക്ക് വിരലെണ്ണാൻ പറ്റുന്നത്. പക്ഷേ കുഞ്ഞുമംഗലത്ത് അങ്ങനെയല്ല, നിരവധി സാധനങ്ങൾ, നമുക്ക് എണ്ണിയാ തീരാത്ത അത്രയും സാധനങ്ങൾ കുഞ്ഞുമംഗലത്ത് വെച്ച് നിർമ്മിച്ചിട്ടുണ്ട്. കുഞ്ഞുമംഗലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊട്ടടുത്ത പ്രദേശം പയ്യന്നൂർ, അതേപോലത്തെ അയനേരി, അവിടെയൊക്കെ ഈ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നാലും ഇതിൻ്റെയൊക്കെ ഏറ്റവും ആരൂഢം, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കുഞ്ഞുമംഗലത്താണ്. അപ്പോൾ നമ്മുടെ ഈ തൊഴിൽ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് മേളകൾ ഗവൺമെൻറ് ഭാഗത്ത് നടന്നുണ്ട്. നമ്മൾ ഒരുപാട് മേളകളിൽ നമ്മൾ നമ്മുടേതായ സാധനങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ ഇതിനോട് ആകർഷണം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ധാരാളം വിദേശികൾ, മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ വന്ന് ഇവിടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ദിവസങ്ങളോട് ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയം കൊണ്ട് ഈ സാധനം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് വിഗ്രഹമാണ്. ഒരു 55 യവമുള്ള ഒരു ദുർഗാദേവിയുടെ വിഗ്രഹമാണ്. ഈ ദുർഗാദേവിയുടെ വിഗ്രഹത്തിൻ്റെ ഒരു ഓർഡർ പ്രകാരം ഉണ്ടാക്കുന്നതാണ്.
അപ്പോൾ ആദ്യം നമ്മൾ ഈ വിഗ്രഹം എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടത്, എത്ര വലുപ്പം വേണം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇരുന്നതിൻ്റെ എല്ലാം അളവുകളെല്ലാം നമ്മൾ ആയിക്കഴിഞ്ഞാൽ, അളവ് എന്ന് പറയുമ്പോൾ പിന്നെ പ്രധാനമായിട്ടും വലിയ ദേവി വിഗ്രഹങ്ങളൊക്കെ പിന്നെ ഇതിന് പ്രത്യേക താലക്രമമുണ്ട്. ദേവി വിഗ്രഹങ്ങളൊക്കെ ഏറ്റവും അതിൻ്റെ സൗന്ദര്യത്തോട് നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ ദശതാലത്തിലാണ് നിർമ്മിക്കേണ്ടത്. ദേവന്മാരൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ നവതാലം, ഗണപതി അതേപോലെ ചെറിയ കുട്ടികളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പഞ്ചതാലം, അങ്ങനെ വലിയ മത്സ്യമൊക്കെ നിർമ്മിക്കുമ്പോൾ ഏകതാലം, അങ്ങനെ ഓരോ താലക്രമമുണ്ട്, അതിന് അളവുണ്ട്. പിന്നെ ഈ അളവ് താലക്രമം ഇതൊക്കെ നമ്മൾ ശില്പശാസ്ത്രത്തിൽ പാരമ്പര്യമായിട്ട് നമ്മൾ പഠിച്ചു വരേണ്ടതാണ്. അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ശില്പങ്ങളൊക്കെ നിർമ്മിക്കാൻ പറ്റൂ. നമ്മളിവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ഇപ്പോൾ കലാപരമായിട്ടുള്ള കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്, നമുക്ക് ഇത് വിഗ്രഹങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വിഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മൾ വലിയ ശില്പങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ധാരാളം ഓർഡറുകൾ നമ്മൾ ഈ നാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം മെഴുകിലാണ് നിർമ്മിക്കേണ്ടത്. അങ്ങനെ മെഴുകുന്ന നമ്മൾ ഈ പിന്നെ ബി വാക്സ് തേൻ മെഴുക് നമ്മൾ വാങ്ങിച്ച് അതിലേക്ക് പന്തം നമ്മൾ കരിയൊക്കെ പൊടിച്ച് ചേർത്ത് ഒരു പ്രത്യേകം പിന്നെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമുക്കത് അതിനെ മെഴുകുന്ന പറയാം. പക്ഷേ മിശ്രിതമൊക്കെ അതിൽ വന്നു കഴിഞ്ഞാലും ആ മെഴുകിൽ നിർമ്മിക്കുന്നതാണ്. മെഴുകിൽ നിർമ്മിച്ച് ആ മെഴുകിൽ ഉണ്ടാക്കുന്ന രൂപം അതിൻ്റെ പരിപൂർണതയായി ഇങ്ങനെ ആയിരിക്കും അത് വാർത്തെടുത്താൽ മെറ്റൽ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ആ വിഗ്രഹം അതിൻ്റെ എല്ലാ വർക്കുകളും ആ മെഴുകിൽ നമ്മൾ അവസാനമായി കാണുന്ന രൂപം എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേപോലെയുള്ള ആ രൂപം മെഴുകിൽ പൂർണ്ണമായും നമ്മൾ ഉണ്ടാക്കി ആർക്കാണോ വേണ്ടി ഉണ്ടാക്കുന്നത് അവർ വന്ന് നോക്കി അവർക്ക് സംതൃപ്തി ആയിക്കഴിഞ്ഞാൽ ഇത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ മെഴുകിലുണ്ടാക്കിയ രൂപത്തിൻ്റെ മണ്ണ് കൊണ്ട് നമ്മൾ കവർ ചെയ്യും. ഏറ്റവും ആദ്യം കൊണ്ട് നമ്മളിതിനെ കവർ ചെയ്യുന്ന മണ്ണ് ഒരു മെഴുമ്പുറത്ത് മണ്ണെന്നാണ് പറയുക. മെഴുപ്പുറത്തുള്ള മണ്ണ് തേച്ച് ആ മണ്ണിലാണ് ഇതിന് കൃത്യമായിട്ടുള്ള രൂപം കിട്ടേണ്ടത്. ആ മണ്ണിലത്തെ ചേരുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുവോട് അതേപോലെ തന്നെ ചാണകം രണ്ടിനും മിശ്രിതമാണ്. അതിലേതെങ്കിലും ആ മിശ്രിതത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നാൽ രൂപം വ്യക്തമായി കിട്ടൂല, നമുക്ക് എന്തെങ്കിലും അതിൻ്റെ അപാകത വരും. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷൻ അതിൻ്റെ പരിശ്രമം നോക്കി അത് ഉണ്ടാക്കി അരച്ചെടുത്ത് നന്നായിട്ട് മിനുസപ്പെടുത്തിയ ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കും. അങ്ങനെ ഏതാണ്ടത് ഒരു 90% ആ മണ്ണ് ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഒരു മണ്ണ് നമ്മൾ തേക്കും. അതിനാ പരുമണ്ണ് എന്നാണ് പറയുക. ആ മണ്ണ് കൂടി തേച്ച് അതും ഇതേപോലെ തന്നെ നല്ല ഉണങ്ങിയ ശേഷം പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതിനെ കരുവെന്നാ മണ്ണ് ഇതിൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കരുവെന്നാന്ന് പറയാം. കരു നമ്മൾ ഇരുമ്പിൻ്റെ റാടൊക്കെ വെച്ച് നമ്മളതിനെ ബലപ്പിടലിൻ്റെ ടൈറ്റ് കെട്ടി ഉറപ്പ് വരുത്തും. പിന്നെ അതിന് ശേഷം വീണ്ടും അടുത്ത മൂന്നാമത്തെ മണ്ണ് മാടോട് മണ്ണെന്ന് പറഞ്ഞാൽ മാടോടിൻ്റെ കഷ്ണമൊക്കെ ചേർന്നുള്ള ഒരു മിശ്രിതം ഇതിനെ മുകളിൽ തേക്കും. അപ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടും, സ്ട്രോങ് ആവും. അതൊക്കെ ഉണങ്ങിയതിന് ശേഷം ലാസ്റ്റ് ഒരു തടവുന്നുണ്ട്, അതൊക്കെ തേച്ച് ഫിനിഷിംഗ് ആക്കി ക്ലിയർ ആയ ശേഷം ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ചെറിയൊരു അതിനൊരു അത്രക്കാലെന്നാണ് പറയുക ആ ഒരു ചെറിയ ഒരു കണക്ടർ വെക്കും, ഒരു റണ്ണർ വെക്കും. അതിനുശേഷം അത് നേരത്തെ നമ്മൾ മെഴുക് രൂപം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ വെക്കേണ്ടതാണ്. അത് മുഴുവനും ഈ പറയുന്ന മണ്ണ് കൊണ്ട് കവർ ചെയ്ത ശേഷം ഈ കരു ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ചൂടാക്കുമ്പം ഈ മെഴുക് മൊത്തം ഉരുകിയിട്ട് ഇത് മുഴുവനും ഏറ്റവും അതിൻ്റെ അടിഭാഗത്ത് വെച്ച് ആ റണ്ണറിലൂടെ അത് മുഴുവനും പുറത്തേക്ക് ലോസ്റ്റ് ആവും. ആ ഒരു ടെക്നോളജിനെ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് എന്നാണ് പറയുക. ഭാരതത്തിൽ ഏതാണ്ട് ഒരു 5,000-8,000 വർഷത്തോളം അതിന് പാരമ്പര്യമുണ്ട് ആ ലോസ്റ്റ് വാക്സ് കാസ്റ്റിങ്ങിന്. പക്ഷെ നമ്മുടെ ഗ്രാമത്തിന് ഏതാണ്ട് 1,000 വർഷം പഴക്കമുണ്ട് ആ ലോസ്റ്റ് വാക്സ് കാസ്റ്റിങ്ങിൽ. ഏറ്റവും ടെക്നോളജി വേണ്ട, ഏറ്റവും സാങ്കേതികമായിട്ടുള്ള അറിവ് വേണ്ട ഒരു കാസ്റ്റിംഗ് മെത്തേഡാണ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിങ്. ഡൈ കാസ്റ്റിങ്, ബോക്സ് കാസ്റ്റിങ്, അങ്ങനെ ഇൻഡസ്ട്രിക്ക് അങ്ങനെ വ്യത്യസ്തങ്ങളായ ധാരാളം കാസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട് പുതുതായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും പ്രാചീനമായ, ഏറ്റവും സാങ്കേതിക വിദ്യ ആവശ്യമുള്ള, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗാണ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഈ മെഴുക് മുഴുവനും ചോർത്തിയതിന് ശേഷം നമ്മൾ ഈ വിഗ്രഹം ഏത് ലോഹത്തിലാണോ വേണ്ടത്, പ്രധാനമായും വിഗ്രഹം ഉണ്ടാക്കുക നമ്മൾ പഞ്ചലോഹത്തിലാണ്, ചിലപ്പോൾ വെള്ളോട്ടിൽ നിർമ്മിക്കും. അപ്പോൾ ഈ 2 ലോഹത്തിലാണ് പ്രധാനമായും വിഗ്രഹങ്ങൾ നിർമ്മിക്കുക. പഞ്ചലോഹം ആകുമ്പോൾ അതിൽ വെള്ളി വേണം, ഓട് വേണം, പിന്നെ പിച്ചള വേണം, സ്വർണം വേണം, കുറച്ച് പിന്നെ ഇരുമ്പിൻ്റെ അംശം വേണം, ചെമ്പ്, ഇതൊക്കെ 5 ലോഹത്തിൻ്റെ കോമ്പിനേഷനാണ് പഞ്ചലോഹം എന്ന് പറയാം. അതിന് പിന്നെ അതിൻ്റെ 4 ഭാഗം വെള്ളി ഉണ്ടാവും,
അതിൻ്റെ ഒരു ഭാഗമായിരിക്കും പിന്നെ സ്വർണം വരിക, 8 ഭാഗം പിച്ചള, ലേശം പിന്നെ അതിന് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നെ ഇരുമ്പിൻ്റെ അംശം, പിന്നെ പിച്ചള എന്ന് പറയുമ്പോൾ അതിൽ സിങ്കും വന്നു, കോപ്പറും വന്നു, ഇതൊക്കെ മൊത്തം കൂടുമ്പോൾ 5 ലോഹമാവും. ഈ 5 ലോഹത്തിൻ്റെ മിശ്രിതത്തെയാണ് നമ്മളെന്താ പറയുക, നമ്മൾ പിന്നെ പഞ്ചലോഹം എന്ന് പറയുന്നത്. പിന്നെ വെങ്കലം, വെള്ളൂട് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്നത്, അതിൻ്റെ മിശ്രിതമാണ് നമ്മൾ പിന്നെ വെള്ളൂട് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉരുളിയൊക്കെ കാരൂട് എന്നാണ് പറയുക. ആ കാരൂടിൽ കുറച്ച് ഈയത്തിൻ്റെ അംശം കൂടി വരും. വെള്ളോട് തന്നെ കുറച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻ ചെറിയ വ്യത്യാസം വന്ന് കുറച്ച് ഈയത്തിൻ്റെ അംശം കൂടി വന്നാൽ ഈ കാരൂടിലാണ് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. കിണ്ടിയൊക്കെ നിർമ്മിക്കുക വെള്ളോടിലാണ്. പിന്നെ അതിനെക്കാട്ടി നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളും വളരെ പ്രത്യേകത നമ്മുടെ ഗ്രാമത്തിലുള്ളത്, ഈ വടക്കേ മലബാറിലെ എല്ലാ കാവുകളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ഈ തുലാപ്പത്ത് മുതൽ ഈ കർക്കിടക മാസം വരെ തെയ്യങ്ങൾ കെട്ടിയാടിക്കുന്നുണ്ട്. ആ കെട്ടിയാടിക്കുന്ന തെയ്യത്തിന് ആവശ്യമായിട്ടുള്ള വെങ്കലത്തിൻ്റെ ചമയങ്ങൾ, മെയ്യാഭരണങ്ങൾ, അതിൻ്റെ ചിലമ്പ്, പറ്റുംപാടും, ചൂടകം, തലപ്പാളി, മുടിതാങ്ങി മുതൽ നിരവധി സാധനങ്ങൾ, ചില ഗുളികൻ്റെയും പിന്നെ ചില തെയ്യത്തിൻ്റെയൊക്കെ മുഖങ്ങളൊക്കെ നിർമ്മിക്കും, മാസ്ക്, ആ മുഖങ്ങൾ, പിന്നെ മാർവട്ടം, അതിന് മാർമല എന്ന് പറയാം, പിന്നെ തിരുവായുധങ്ങൾ, പിന്നെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ, ആയുധമൊക്കെ ധാരാളം ഉണ്ട്. ഓരോ തെയ്യത്തിനും ഓരോ ആയുധങ്ങളാണ് വ്യത്യസ്ത, കുളിയൻ്റെ പോലെയല്ല പൊട്ടൻ തെയ്യത്തിൻ്റെത്, കുറത്തിൻ്റെ, ഇതൊക്കെ ആയുധങ്ങൾ ഓരോരോ രൂപം, ഓരോരോ വലുപ്പമൊക്കെ അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആയുധങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ തെയ്യത്തിൻ്റെ ധാരാളം തെയ്യം, അതുകൂടാണ്ട് അമ്പലത്തിൻ്റെ അകത്ത് ചില തിരുവായുധമൊക്കെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മറ്റ് ഭാഗത്ത് വെങ്കലത്തിൻ്റെ സാധനങ്ങൾ നിർമ്മിക്കുകയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ ഈ വടക്കേ മലബാറിൽ ധാരാളം വെങ്കല നിർമ്മിതികൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു തെയ്യത്തിന് വീടുകളിലെ പിന്നെ വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങൾ, പിന്നെ വിളക്കുകൾ, അമ്പലത്തിലേക്കുള്ള വിളക്കുകൾ, വിഗ്രഹങ്ങൾ, വലിയ ശില്പങ്ങൾ, അങ്ങനെ ധാരാളം സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഏറെ പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞിമംഗലം. അപ്പോൾ പിച്ചള എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പിച്ചളിയിൽ നമ്മൾ വിളക്കുകളെ പിച്ചളയിലാണ് ഉണ്ടാക്കുക. പിന്നെ അതിൽ കോപ്പറും നാഗം, സിങ്ക് രണ്ടും ചേർന്നിട്ടാണ് പിച്ചള ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ സാധനങ്ങൾ നിർമ്മിക്കുന്ന അതിൻ്റെ ലോഹങ്ങൾ, പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അറിവ് പാരമ്പര്യമായിട്ട് വന്നതാണ്. നമ്മൾ ആ തനതായിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ആ അറിവിൽ നമ്മുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ചെയ്തു. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ പിന്നെ അതിൻ്റെ വർക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അവസാനം മിഷണറീസ് ഉപയോഗിക്കുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. മറിച്ച് ബാക്കി നിർമ്മാണ രീതിയിലൊന്നും മുമ്പ് എങ്ങനെയാണോ ഇതൊക്കെ നിർമ്മിച്ച് വരുന്നത് ആ തനത് രൂപത്തിൽ അതിൻ്റെ ഗുണമേന്മ അതേപോലെ നിലനിൽക്കുന്ന രീതിയിൽ അതേ അളവ് പ്രകാരങ്ങളാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. വെങ്കല ശില്പ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കണ്ടറിയാനും തിരികെ പോരുമ്പോൾ സ്മരണിക പോലൊരു ശില്പം വാങ്ങി സൂക്ഷിക്കാനും അവസരമൊരുക്കുകയാണ് കുഞ്ഞിമംഗലം എന്ന കൊച്ചുഗ്രാമം. ക്യാമറമാൻ വൈശാഖിനൊപ്പം ജുലീന, കണ്ണൂർ 1.